ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണ്. നല്ല മഴയുണ്ടല്ലേ? ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു. നിങ്ങൾക്ക് അവിടെയൊക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടായിരുന്നു? അപ്പോൾ നമ്മൾ ഇന്നും മെയിനായിട്ട് വന്നിരിക്കുന്ന കാര്യം, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ഓയിൽ നമ്മൾ ചെയ്യുക. കാരണം വെച്ചാൽ റോസ്മേരിയുടെ വെച്ചിട്ട് നമ്മളൊരു എന്താ ടോണർ, ഹെയർ ടോണർ നമ്മൾ ചെയ്തു. ആ സെയിം തന്നെ നമ്മളൊരു ഹെയർ ഓയിലും കൂടെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ആ ടോണറൊക്കെ ഇട്ടിട്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ പിന്നെ അനപ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് ശ്രദ്ധിക്കാതെ ഒന്ന് പൂരുന്നുണ്ടായിരുന്നു, നന്നായിട്ട് കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ ഹെയറിൻ്റെ സെറമല്ല, നമ്മൾ ടോണർ ഇടാൻ തുടങ്ങിയപ്പോഴത്തേനും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഒരു ഓയിലും കൂടെ ചെയ്യും. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരുമല്ലോ. ഭയങ്കരമായിട്ടല്ല എങ്കിലും കുറേയൊക്കെ നമുക്കൊരു വ്യത്യാസം വരുമല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നപ്പോൾ എല്ലാം ചെയ്തിപ്പം അടുത്തവരായിരിക്കാം, നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല. പക്ഷെ ആ റിസൾട്ട് കിട്ടാത്ത കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും കണ്ടിന്യൂ ചെയ്യത്തില്ല. നമ്മളൊരു 1-2 ആഴ്ച ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മടുക്കും. അതാണ് പൊതുവെ എല്ലാവരുടെയും ഒരു സ്വഭാവം, അതാണ്. അപ്പോൾ നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ 3, 6, 1 വർഷം ഇങ്ങനെയാണ് ഒരു കോഴ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോരേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മളൊരു ഹെയർ ഓയിലായാലും എന്താണേലും നമ്മളൊന്ന് ട്രൈ ചെയ്യുമ്പോഴത്തേനും ഒരു കാലാവധി വയ്ക്കുക. ഒരു 3 മാസം കണ്ടിന്യൂ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ അടുത്തത് നോക്കുക. അപ്പോൾ ഒത്തിരി നമുക്ക് മാറ്റി ചെയ്യാം. നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറിൽ പിടിക്കുന്നിടം വരെ നമുക്ക് അത് മാറ്റി എടുക്കാനുള്ള ഒത്തിരി നമുക്ക് ഹെയർ ഓയിലിൻ്റെ നമ്മൾക്ക് ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം കാരണം റോസ്മേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിന് മാത്രമല്ല ഫുൾ ബോഡിക്ക് നല്ല മരുന്നാണ്. അപ്പോൾ എന്തായാലും ഹെയറിന് എക്സ്പെഷ്യലി നല്ലതാണെന്നാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും ഒരു 3 മാസം നമ്മൾ ചെയ്ത് നോക്കുക. എന്തായാലും ഞാൻ ചെയ്ത് നോക്കാൻ തീരുമാനിച്ചു. നിങ്ങളും അതുപോലെ ഒരു 3 മാസം കാലയളവ് വെച്ചിട്ട് ചെയ്ത് നോക്കുക. വിശ്വാസം, പിന്നെ ഒരു കാര്യമുണ്ട്, വിശ്വാസം. അതല്ലേ എല്ലാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും ആ ചെയ്യുന്നതിൽ നമുക്കൊരു വിശ്വാസം വേണം, എങ്കിലേ നമുക്കതിനൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരിടത്ത് ചെയ്തത് നമ്മൾ നെഗറ്റീവ് മൈൻഡിലാണ് ചെല്ലുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് തന്നെ ആയിരിക്കും. സത്യമല്ലേ അത്? അപ്പോൾ നമ്മൾ പക്ഷെ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നമുക്ക് വരുന്നതും എല്ലാം പോസിറ്റീവായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് ആ ഒരു കാര്യം നോട്ട് ചെയ്ത് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു വിശ്വാസം വേണം നമ്മൾ ചെയ്യുന്നതിൽ. അപ്പോൾ പ്രോസസ്സിങ് നമ്മളിപ്പോൾ കാണിച്ച് ഇപ്പോൾ ഞാൻ ഇടാന്ന് വെച്ചാൽ നേരത്തെ ഓൾറെഡി കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ചെയ്യാഞ്ഞത് കേട്ടോ, ഓയിലിട്ട് കാണിക്കാഞ്ഞത്. അപ്പോൾ നമ്മളിതൊരു ഗ്ലാസിൻ്റെ കുപ്പിയിലാക്കി വെച്ച ശേഷം ആവശ്യത്തിന് മാത്രം ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഫിംഗർ ഇല്ലേ, ഈ ഫിംഗർ ടിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അതുപോലെ ഫ്രണ്ടിലോട്ട് മുടി ഇടുക, എന്നിട്ട് ബാക്കിൽ നന്നായിട്ട് മസാജ് കൊടുക്കുക. കുളിക്കുന്നതിന് നമ്മൾ ഇടപിടിയുള്ള കുളിക്കൊന്നും തേക്കാതിരിക്കുന്നതാണ് ബെറ്റർ. നമ്മൾ ഒരു സമയം കണ്ടെത്തി ഒരു അരമണിക്കൂറെങ്കിലും സ്കാൽപ്പിൽ ഇട്ടതിന് ശേഷം മൈൽഡ് ഷാമ്പു അല്ലെങ്കിൽ വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഓയിൽ കണ്ടിട്ട് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ താളിയോ എന്തെങ്കിലും മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലേക്ക് ഇപ്പോൾ കുറച്ച് പേര് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എങ്ങനെയാണെന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിടാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു സാരിയുടെ. കാരണം വെച്ചാൽ സാരി ഡ്രൈപ്പിംഗ് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കുറച്ചായി ഇവർക്ക് ക്രിസ്മസിൻ്റെ തിരക്കും കാര്യങ്ങളും ഷോപ്പിലുള്ളത് കൊണ്ടാണ് പിന്നെ ഒരു ഡിലേ വരുന്നത് കേട്ടോ. പിന്നെ മോൻ 10ാം ക്ലാസ്സിൽ, അവനാണ് എഡിറ്റ് ചെയ്യുകയും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അവനാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് പിള്ളേരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ 10ാം ക്ലാസ് അല്ലേ, പിന്നെ എക്സാം തുടങ്ങുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും വിശേഷങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലോട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത്, ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അതിനായിട്ട് വെളിച്ചെണ്ണ ഞാനിപ്പം ഇത്രയും എടുക്കുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 3 മാസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ തീരുന്നതനുസരിച്ച് നമുക്ക് അതിനകത്തോട്ട് പിന്നെ നമുക്ക് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. ആദ്യം തന്നെ നമ്മൾ കിലോ കണക്കിലെടുത്ത് കാച്ചി വയ്ക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പല്ല. കാരണം ചിലർക്ക് ആ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും വേസ്റ്റ് ആയി പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു 150 ഗ്രാം എണ്ണ അല്ലെങ്കിൽ 100 ഗ്രാമോ വെച്ചിട്ട് ആദ്യം ചെയ്ത് നോക്കി നമുക്ക് സൂട്ടാകുന്നുണ്ട് എന്ന് ഉറപ്പിച്ച ശേഷം നമ്മൾ
അത് കണ്ടിന്യൂ ചെയ്ത് പോകുക. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും സൂട്ട് ആവുന്ന ഒരു ഹെയർ ഓയിലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പിന്നെ ഇത് ചെയ്തിട്ടും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ഹെയർ ഓയിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഹെയർ ഓയിലിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിന് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നല്ല ആട്ടിച്ച വെളിച്ചെണ്ണ വേണം. ഇതെന്തായാലും നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ടോണർ ചെയ്തായിരുന്നു. റോസ്മേരി ലീവ്സാണ്. പിന്നെ നമുക്ക് വേണ്ടത് ആവണക്കെണ്ണ. ഇത് ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ, ആവണക്കെണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യുന്നത് ഡബിൾ ബോയിൽ സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. അതിനുശേഷം നമുക്കിതുപോലത്തെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വേണം നമുക്കിത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ. അപ്പോൾ ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഈ ഓയിൽ ഞാൻ ഒഴിക്കുവാണ് കേട്ടോ, കാരണം വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെത്താനാ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഓയിൽ ഒഴിച്ച ശേഷം നമുക്ക് ചൂടായിട്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് നമ്മുടെ പാത്രം ഒന്ന് ഇറക്കി വയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ആവണക്കെണ്ണ ചേർക്കണം. ആവണക്കെണ്ണ ചേർക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എടുക്കുന്ന അളവ് എത്രയാണോ അതിൻ്റെ 1/4 ഭാഗം മതി. കാരണം വെച്ചാൽ കട്ടിയുള്ള ഓയിൽ ആയതുകൊണ്ട് തലയിൽ ഒത്തിരി ഒട്ടിപ്പിടിക്കും. അപ്പം നമ്മൾ കൊക്കനട്ട് ഓയിലിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്നതിൻ്റെ 1/4 ഭാഗം ചേർത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ എടുക്കുന്നതിൻ്റെ 1/4 ഭാഗം മതി. കാരണം വെച്ചാൽ കട്ടിയുള്ള ഓയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും എടുക്കേണ്ട ആവശ്യം ഉള്ളൂ. ഇത് 2 ഓയിലും കൂടി അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ വേണം നമുക്ക് റോസ്മേരി ലീവ്സ് ഇട്ട് കൊടുക്കാൻ. അപ്പം നമ്മൾ റോസ്മേരി ലീവ്സ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഏകദേശം ഞാനൊരു ടീസ്പൂൺ നിറച്ച് നമ്മൾ ഈ ഒരു 100 ഗ്രാം ഓയിലിനുള്ള ആവശ്യമുള്ളത്ര റോസ്മേരി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് മെല്ലെ നമുക്കിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല രീതിക്കൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിത് ഇറക്കി വെച്ച ശേഷം നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇത് നമ്മളിങ്ങനെ നല്ലതുപോലെ ഒന്ന് ചൂടായി കണ്ടാൽ നമ്മൾ ഡയറക്റ്റ് ചൂടാക്കുമ്പോഴത്തേനും ഇതിൻ്റെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവുകയോ എടുക്കുകയൊക്കെ ചെയ്യും. നമുക്ക് ഇത്ര ശ്രദ്ധിച്ച് ഡബിൾ ബോയിൽ ചെയ്താൽ മതി, കാരണം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം റോസ്മേരി ലീവ്സ് അതിനകത്ത് കിടന്നൊന്ന് സോക്കായി വരണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ എണ്ണ ഇറക്കി വെക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ആ എണ്ണക്കകത്ത് ഇരുന്ന് ഇതിൻ്റെ സത്ത് ഫുള്ള് ഇറങ്ങണം. അപ്പം നമ്മളിത് കോരി മാറ്റുമൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ നമുക്കൊരു ബോട്ടിലോട്ട് ആക്കി വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ തന്നെ നമുക്കൊരു ചില്ലിൻ്റെ ബോട്ടിലോട്ട് ആക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഒരു പാത്രത്തിലെടുത്ത് യൂസ് ചെയ്താൽ മതി. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നീർദോഷം വരുമോ അല്ലെങ്കിൽ തലനീരിറക്കവോ അങ്ങനെ ഒന്നും ഈ ഹെയർ ഓയിൽ കൊണ്ട് വരത്തില്ല. നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള ഐറ്റം എല്ലാം അല്ലേ നമ്മൾ ഹെയർ ഓയിലിന് കൂടുതലും നമ്മൾ ചേർക്കാറ് പതിവ്. ഇതിനകത്ത് പറഞ്ഞാൽ അത്രയും ഇല്ല. കാരണം ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ല ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ റോസ്മേരിയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ചൂടായിട്ട് ഇറക്കി വെച്ചുമ്പോൾ ഇതിൻ്റെ വേറൊരു ഷെയ്ഡാണ്. നമ്മൾ ടോണർ ചെയ്തപ്പോൾ കണ്ടില്ല, ആ ഒരു ഷെയ്ഡിലായിട്ടാണ് ആ ഓയിൽ ഇരിക്കുക. അപ്പം ഓക്കെ, ഒന്നായി വരട്ടെ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഒരു മഞ്ഞ ഷെയ്ഡ് പോലെ ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ക്യാമറയിലിട്ട് ആവി അടിച്ചു ആ ഒരു മഞ്ഞ ഷെയ്ഡിലായിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേനും അത് വേറൊരു കളർ ഷെയ്ഡിലോട്ട് മാറും. അപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വയ്ക്കുക. തണുക്കാൻ വെച്ച ശേഷം നമുക്ക് ചൂടാറി കഴിയുമ്പോഴത്തേനും യൂസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ്സ് ഇടുക, ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റ.